അച്ഛാ നമുക്ക് ഈ സെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റണം അച്ഛാ. ഈ തൊഴുത്തൊക്കെ നല്ല ഹൈടെക് ആക്കണം. തോട്ടങ്ങി അവന്റെ ഒടുക്കത്തെ ഐഡിയ ആയിട്ട് ഇറങ്ങിയിട്ടൊന്നും. പിന്നെ നമുക്ക് 100 പൂടെയുള്ള ആടുകളെ മേടിക്കാം. പൂടെയുള്ള ആടാ? ഇടി ചെമ്മരിയാട്. അതെന്തിനാണ്? അതിന്റെ പൂട പലച്ച് കമ്പിളി ഉണ്ടാക്കി അവനെ പുതപ്പിക്കണം. അതിനാണ് പുതപ്പിച്ച് കിടത്തണം അവനെ. നമുക്ക് പുതുസാ ഹൈടെക് തൊഴുത്ത് കിടക്കുമാ. എന്റെ ചെമ്പകം, ആ തലയ്ക്ക് വല്ലവില്ലാത്തവൻ അങ്ങനെ പലതും പറയും. അത് കേട്ട് നീ വെള്ളം ചൂടാക്കാൻ നിൽക്കണ്ട. ഈ തെണ്ടി പണ്ട് ഇതുപോലെ പശുക്കൾക്ക് പാല് കൂടാനാണെന്നും പറഞ്ഞ് ഒരു വെള്ള പൊടി കലക്കി എനിക്ക് തന്നു. എന്റെ പൊന്നേ, 2 HP മോട്ടർ കുണ്ടിക്ക് വിറ്റിയത പോലെ ആയിരുന്നു. പിന്നെ ഒരാഴ്ച എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല. കരിങ്കല്ല് തിന്നാ പോലും പച്ച വെള്ളമായി പുറത്തേക്ക് പോകും. അവൻ പിന്നെ ഓരോ ഐഡിയ ആയിട്ട് ഇറങ്ങിയിരിക്കുക ആളെക്കൊല്ല. പിന്നെ ഒരു 100-500 കോഴികളെങ്കിലും വേണം അച്ഛാ. വലിയ കോഴി ഫാം ആക്കണം. അതൊക്കെ നല്ല ബിസിനസ്സായി. കോഴി ഫാം ഒക്കെ ഇപ്പൊ നല്ല ബിസിനസ്സാ. എന്തിന് 500 ആക്കണം? 2000 ആയിക്കോട്ടെ. അല്ല, നമ്മുടെ സമുദായക്കാര് ചുറ്റുമുള്ളത് നമുക്കൊരു ബലമല്ലേ? ഞാനതാ ഉദ്ദേശിച്ചത്. ഈ ഉള്ള ബലമൊക്കെ മതി കേട്ടല്ലോ. അത് മതി. അച്ഛനെന്നാ ഉച്ച ഒന്നും പറയാത്തത്? അമ്മ അടുക്കളയിൽ അച്ഛൻ ധൈര്യമായിട്ട് അഭിപ്രായം പറയാച്ചാ. ഇതിന്റെയൊക്കെ ചില വേദച്ഛൻ കൊണ്ടുവരും. അതിന് ലോൺ എടുക്കണം. എനിക്കും നിനക്കും കൂടി 6 നിക്കറാണുള്ളത്. അതിൽ 4 ഓട്ടോയുള്ളതാണ്. ഇത് ഏത് ബാങ്കുകാർ ജാമ്യമായിട്ട് എടുക്കും? എന്നാ വേറൊരു ബിസിനസ് ഐഡിയ പറയട്ടെ.